ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതേന്ന് ആ ഡ്രൈവറായിട്ട് നിൽക്കുന്നവന്റെ അമ്മ. ഭയങ്കര അഭിമാനിയാ. സ്വന്തം നിലയിൽ അധ്വാനിച്ച് ജീവിക്കുമെന്ന് ശപഥം എടുത്ത് ഇറങ്ങിത്തിരിച്ചിരിക്കുക. പണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പണ്ട് ഉടക്കിയിട്ടുമുണ്ട്. അത് മതിയോ? നാളത്തേക്ക് എന്തെങ്കിലും വേണോ? ഞാൻ വിളിച്ചു പറയാം. അതെ, സതീശൻ പറയുമ്പോഴാ എനിക്ക് ആളെ മനസ്സിലായത്. പണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ നേരിട്ടല്ലായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ടാ കണ്ടിട്ട് അറിയാൻ പറ്റാത്തത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ആ വളവ് കഴിഞ്ഞാൽ കാണുന്ന മതിൽ കെട്ടിനകത്താ എന്റെ ഓഫീസ്. അത് കളക്ടറേറ്റ് അല്ലേ? അതൊക്കെ ഫ്രണ്ട് ഗേറ്റിനടുത്തല്ലേ. ഇത് പുറകിലത്തെ ഗേറ്റിൽ കൂടി കയറിയാ മതി. ആദ്യം കാണുന്ന ഓഫീസാ എന്റെ. വരികയാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഞാൻ കച്ചവടമാക്കി തരാം. ശരിയാ സത്യമേ, സാറ് പറഞ്ഞ എല്ലാരും കേൾക്കും. എന്നാലും അത് വേണ്ട. അവിടെ കയറിയ ശരിയാവില്ല. ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കയറണ്ട. അല്ലെങ്കിൽ തന്നെ സത്യമ വരുന്നൊക്കെ ആര് കാണാനാ? ഇതൊക്കെ നോക്കിയിരിക്കാനാണോ ആൾക്കാർക്ക് സമയം? എന്നാലും അത് കുഴപ്പമില്ലെന്നേ, ഞാനിവിടെ ഉണ്ടാവും. ധൈര്യമായിട്ട് വന്നോളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. കച്ചവടം ചെയ്യാനല്ലേ വരുന്നത്, അതൊരിക്കലും ഒരു കുറച്ചിലായി കാണുന്ന എന്തിനാ? അങ്ങോട്ട് വന്നേക്കണം. എല്ലാ സ്റ്റാഫിനെ ഒരുക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ശരി, വണ്ടി എടുക്ക. എന്തായാലും അയാൾ അത്രയും പറഞ്ഞതല്ലേ, നിങ്ങളൊന്നും ചെന്ന് നോക്ക്. ഇത് മുഴുവൻ വിറ്റ് കിട്ടിയാൽ ലാഭമല്ലേ? എന്നാലും അത് ഇത് കളക്ടർക്കിട്ടുള്ളൊരു പണിയാടോ. ഇവരുടെ കച്ചവടം ഞാനിന്ന് പൂട്ടിക്കും. അതിന് നമ്മുടെ കുറച്ച് ആളുകൾ അവിടെ തയ്യാറാക്കിക്കോണം. ആ ലോനപ്പ, അനൂപേ, ഇനി നിന്റെ ചുറ്റിക്കളിയും ആരോടും പറയാതുള്ള നാട് ചുറ്റലും ഒന്ന് അവസാനിപ്പിച്ചേക്കണേ. ചോദിക്കാനും പറയാനൊക്കെ ഇനി ആളുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാ നിങ്ങൾ രണ്ടുപേരും ഒന്നായെന്നുള്ള ചിന്തയും വേണം.